അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. അർജുൻ, മേയർ മാധ്യമങ്ങളെ കാണുമോ? അതും അദ്ദേഹം പുറത്തുനിന്ന് മാധ്യമങ്ങളെ കാണാം എന്നാണ് പറഞ്ഞത്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ആളുകളെയൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കുകയാണ്. സ്വാഭാവികമായും നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. സ്വാഭാവികമായും ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഈ സുഗതനെ സെല്ലിനുള്ളിലേക്ക് മാറ്റുകയും ചെയ്തു. ഇനി ഉദ്യോഗസ്ഥരെ നഗരസഭാ സെക്രട്ടറിയും മേയറും ചുരുക്കം ഉദ്യോഗസ്ഥരും മാത്രമാണ് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ആർ സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എത്തിയത്. ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കോർപ്പറേഷനിലേക്ക് എത്താനുള്ള ആവശ്യം സുഗതൻ കോടതിയെ അറിയിച്ചിരുന്നെങ്കിലും സർക്കാർ കടുത്ത നിലപാടാണ് എടുത്തത്. കാപ്പ കേസിലെ പ്രതിയെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന് സർക്കാർ കടുത്ത നിലപാടെടുത്തതോടുകൂടിയാണ് കോടതി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുമതി നൽകിയത്. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിൽ നിയമപ്രശ്നങ്ങളില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് വിയൂർ സെൻട്രൽ ജയിലിൽ ഇങ്ങനെയൊരു ചടങ്ങിന് അരങ്ങൊരുങ്ങിയത്. വിയൂർ സെൻട്രൽ ജയിലിന്റെ ലൈബ്രറി ഹാളിലാണ് ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നടന്നത്. സുഗതനെ സെല്ലിൽ നിന്ന് മറ്റ് വേഷം ധരിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം വളരെ ആഹ്ലാദചിത്തനായാണ് കടന്നു വന്നത്. സത്യപ്രതിജ്ഞ ഈശ്വരനാമത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തു. ശേഷം മേയറും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ വിയൂർ ജയിലിന്റെ ലൈബ്രറി ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമെല്ലാം പുറത്തേക്ക് പോവുകയുമാണ്. മേയർ വി രാജേഷ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല, ആരും അയോഗ്യരാകില്ല എന്നായിരുന്നു മേയർ വി രാജേഷിന്റെ നേരത്തെയുള്ള പ്രതികരണം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി, ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ജയിലിനുള്ളിൽ വെച്ചാകുന്നത്. ആ ചരിത്രം ആർ സുഗതന്റെയും വിയൂർ ജയിലിന്റെയും പേരിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കാപ്പ കേസിലെ പ്രതിയാണ്, ഭരണഘടനയോടുള്ള കൂറും വിശ്വസ്തതയും പുലർത്തും എന്ന് ആവർത്തിച്ചു പറഞ്ഞ്, അതും ഈ ജനപ്രാതിനിധ്യം കിട്ടിയതിനു ശേഷം രണ്ടാമത്തെ തവണയും ആവർത്തിച്ചു പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നത് ഒരു രാഷ്ട്രീയ കൗതുകമാണ്. കാപ്പ കേസിലെ പ്രതിയാണ് എന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആദ്യത്തെ പരീക്ഷ മാത്രമേ BJP അതിജീവിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ടത് കൂടിയുണ്ട്. 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവിക അയോഗ്യതയുണ്ടാകും. 2 കൗൺസിൽ യോഗങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. സ്വാഭാവികമായും BJP ആർ സുഗതൻ പുറത്തിറങ്ങിയതിനു ശേഷം മാത്രം അടുത്ത കൗൺസിൽ യോഗം എന്നൊരു സാഹചര്യം ഉണ്ടാക്കും എന്നത് തന്നെയാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അർജുൻ, ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്നു. സുഗതൻ സെല്ലിലേക്ക് മടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവർ ജയിലിന് പുറത്തേക്കും. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വി രാജേഷിന്റെ പ്രതികരണമാണ്. മധു, ഒരുപക്ഷെ അല്പം കൂടി വൈകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വി രാജേഷിന്റെ പ്രതികരണം. പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് പോയിരിക്കുകയാണ്. മാത്രവുമല്ല, വിയൂർ സെൻട്രൽ ജയിലിൽ കാപ്പ പ്രതികളെ കാണാനുള്ള ദിവസം, സന്ദർശകർക്ക് അവരെ കാണാനുള്ള അനുവദിക്കുന്ന ദിവസം ചൊവ്വാഴ്ചയാണ്. സ്വാഭാവികമായും വലിയ തിരക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഒരു പക്ഷേ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സുഗതനുമായി സംസാരിക്കാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട്. അത്തരത്തിൽ മേയർ അടക്കമുള്ളവർ ഇപ്പോൾ സുഗതനെ കാണാൻ അവർക്ക് ഒരു പക്ഷേ ഇന്ന് അവസരം ലഭിച്ചേക്കും. ചൊവ്വാഴ്ച ദിവസം മാത്രമാണ് ഈ സന്ദർശകർക്ക് അനുമതി നൽകുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു സൗകര്യം കൂടി ഒരുപക്ഷേ മേയർ ഉപയോഗിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ വളരെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ മാധ്യമപ്രവർത്തകരെ അടക്കം ഉദ്യോഗസ്ഥരെ അടക്കം അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. മേയർക്ക് പുറമെ ഡെപ്യൂട്ടി മേയറും മറ്റ് BJP നേതാക്കളും തൃശ്ശൂരിലെ പ്രാദേശിക BJP നേതാക്കളും ഒക്കെ തന്നെ ഈ കാണുന്ന വിയൂർ സെൻട്രൽ ജയിലിന്റെ പ്രധാന ബ്ലോക്കിലേക്ക് വന്നിരുന്നു. പക്ഷേ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ഭാഗങ്ങളിലേക്ക് അവരെ ആരും തന്നെ പ്രവേശിപ്പിച്ചില്ല. അതിന് പകരം അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മേയർ, അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറി മാത്രമാണ് ആ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത്. സത്യപ്രതിജ്ഞ ഒരിക്കൽ കൂടി കാണാം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞയിൽ നിന്ന് വ്യതിചലിച്ച മുനിസിപ്പാലിറ്റി ആക്ടിന് വിരുദ്ധമായി ബലിദാനികളുടെയും ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് ഉള്ളിടത്താണ് ആർ സുഗതന് വിലക്ക് നേരിടേണ്ടി വന്നത്. കൗൺസിലർ സ്ഥാനത്ത് അയോഗ്യത നേരിടേണ്ടി വന്നത്. അതിനെ തുടർന്നാണ് വീണ്ടും പുനഃപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കിയത്. 4 ആഴ്ചയ്ക്കുള്ളിൽ പുനഃപ്രതിജ്ഞാ നടപടികൾ പൂർത്തീകരിക്കണമെന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം വന്ന ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് 6 മണിക്കൂറിനുള്ളിൽ 19 കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞയ്ക്കുള്ള സാഹചര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുങ്ങി. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. അതിനുശേഷം പക്ഷേ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഉണ്ടായത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF തീരുമാനിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ LDF അതിന് പിന്തുണ നൽകിയില്ല. പിന്നീട് LDFും അവിശ്വാസ പ്രമേയവുമായി രംഗത്ത് വരുന്നതിനെ കുറിച്ച് ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഭൂരിപക്ഷം നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരൊറ്റ മെമ്പറുടെ ഭൂരിപക്ഷം മാത്രമാണ് BJPക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുക എന്നത് BJPക്ക് വലിയ രാഷ്ട്രീയ ആവശ്യം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഒരു ജയിലിൽ വെച്ച് ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്ന് എന്ന് പറയാൻ കഴിയുന്ന ഒന്നിനെ ഏറ്റവും ആശ്വാസകരമായ ഒരു സംഭവം എന്ന നിലയ്ക്ക് അവർക്ക് കാണേണ്ടിയും വന്നത്.